മക്കളാണ് ഷേർലൻ ആൻഡ് ഷോണിനെ അതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊള്ളുന്നത്. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനം മശിഹ. ഹല്ലേലൂയ 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 ആമേൻ. അത്ഭുതമന്ത്രിയാം ദൈവം നിത്യസാധനും വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയൻ സൂര്യൻ രാജാതിരാജനം മശിഹ. അത്ഭുതമന്ത്രിയാം ദൈവം നിത്യസാധനും വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയൻ സൂര്യൻ രാജാതിരാജനം മശിഹ. ഹല്ലേലൂയ 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 ആമേൻ. കോടിരന്തൂത സൈന്യവുമായി ഗരുഡനായി വരും നിതാവിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മശിഹ. കോടിരന്തൂത സൈന്യവുമായി ഗരുഡനായി വരും നിതാവിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മശിഹ. ഹല്ലേലൂയ 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 ആമേൻ. Amen. Hallelujah. നമ്മുടെ ദൈവം ഹല്ലേലൂയ, ഹി ഈസ് വർത്തി ഓഫ് ഓൾ ദ പ്രൈസ് ആൻഡ് ഗ്ലോറി ആൻഡ് ഓണർ. ഹല്ലേലൂയ, സ്തോത്രം. സകല മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ നമ്മുടെ ദൈവം, പരിശുദ്ധനായ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ ഈ പാട്ടിൽ കൂടെ നമുക്ക് പാടി നമുക്ക് ദൈവം നമ്മുടെ മനസ്സിൽ ഹല്ലേലൂയ അത് പാടിക്കൊണ്ട് ഹല്ലേലൂയ ഇമ്മാനുവലായ ദൈവം. ഹല്ലേലൂയ, നമ്മളോട് കൂടെയുള്ള ദൈവം, നമ്മുടെ സകല ആവശ്യങ്ങൾക്ക് മതിയായ ദൈവം. ഹല്ലേലൂയ, എത്രത്തോളം നമ്മളെ നടത്തിയല്ലോ. സ്തോത്രം. പരിശുദ്ധ
പരിശുദ്ധനായ ദൈവം who was, who is and who is to come. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ധാരാളമായിട്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഷേർലിൻ ഷോണിനെ ദൈവം കൊടുത്തിരിക്കുന്ന താലന്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും അനേക യൗവനക്കാരുടെ മുൻപിൽ അവരൊരു സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടും ദൈവകൃപയിൽ അനുദിനം മുന്നേറുവാനായിട്ടും ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടെ അവർ മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ സകലവിധമായിട്ടുള്ള ആവശ്യങ്ങളും പഠിത്തത്തിലൊക്കെയും ദൈവത്തിന്റെ കരുണയും കൃപയും കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു ഷേർലിൻ ആൻഡ് ഷോൺ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രഞ്ജൻ ജോർജ് നമ്മളോട് കൂടെ ലൈനിലുണ്ടല്ലോ. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പാസ്റ്ററിനെ സ്നേഹത്തോടെ ക്ഷണിച്ചു കൊള്ളുന്നു. പാസ്റ്റർ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒക്ലഹോമ പ്രേരണയുടെ ബന്ധത്തിൽ ഈ യോഗം ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദൈവദാസി, ഈ ശബ്ദപരിധി തന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ദൈവദാസി ദാസന്മാർ, സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ സ്നേഹനിധികളായ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവും വന്ദനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊരിക്കൽ കൂടെ ദൈവത്തിന്റെ വചനവുമായിട്ടായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം മറുപടി നൽകുന്ന നല്ല ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ ചിന്തക്കായിട്ട് ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളാണ് വായിക്കുന്നത്. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 1 and 2. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ദൈവമക്കൾ ഇത് ശ്രമിക്കണമെന്ന ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഒരിക്കൽ കൂടെ ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 1-2 വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. വളരെ സുപരിചിതമായ വേദഭാഗത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കണം. ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം ഗ്രഹിക്കുന്നത്, ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ ദൈവം അറിയുന്നു എന്നുള്ളതാണ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവം അറിഞ്ഞുകൊണ്ടാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഉറപ്പോടുകൂടെ വിശ്വസിക്കുവാൻ കരുത്തു നൽകുന്ന ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിഞ്ഞുകൊണ്ടാണ്. അതിന്റെ പിൻപിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഈ പുസ്തകത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ദൈവ മക്കൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ദൈവം അറിഞ്ഞുകൊണ്ടാണെന്ന് നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിക്കണം. ദൈവം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് വിഷയത്തിന്റെ പിൻപിലും ദൈവത്തിന് എന്തോ ഒരു പ്രവൃത്തി വെളിപ്പെടുത്താനുണ്ട്, ദൈവത്തിന് എന്തോ ഒരു ഉദ്ദേശമുണ്ടെന്നുള്ള കാര്യം നാം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ നിരാശകളൊക്കെ മാറി നമ്മൾ സന്തോഷത്തോടെ ആ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇവിടെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതിന്റെ മാക്സിമം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാമോ അത് മുഴുവൻ സംഭവിച്ചു നിൽക്കുന്ന ഒരു സമയത്ത്, പ്രശ്നങ്ങളുടെ കാഠിന്യമായ സമയത്ത് അവൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഒരു ദൈവ പൈതൽ പറയേണ്ട, ദൈവം ആഗ്രഹിക്കുന്ന വാക്കുകളാണ്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവവിധന പറയണം, എന്റെ ദൈവത്തിന് സകലതും കഴിയും. 1% പോലും സാധ്യതയില്ലാത്ത ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് യോബ് പറയാണ്, എന്റെ ദൈവത്തിന് സകലതും കഴിയും, നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിനെ കുറിച്ചുള്ള നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നും അത് നടക്കാതെ പോവുകയില്ല, അതെല്ലാം ഒന്നും അസാധ്യമാവുകയില്ല, അതെല്ലാം സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നീ എന്ന് എനിക്ക് അറിവുണ്ട് എന്ന ഒരു കാര്യമാണ് ഇയ്യോബ് ഈ പുസ്തകത്തിനകത്ത് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് ആശ്വാസവും ബലവും ധൈര്യവും ഒക്കെ ഉണ്ടാകുന്നു എന്ന് ഞാൻ പറയാൻ കാരണം. ഇനിയും വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കേൾക്കണം. ഇതിന്റെ ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇയ്യോബിന്റെ പുസ്തകത്തെ കുറിച്ച് നമുക്കറിയാം. ഇയ്യോബിനെ കുറിച്ച് ഒരു ക്രിസ്ത്യാനിക്ക് നന്നായിട്ടറിയാം. കാരണം ഇത്രയും കഠിനമായ ശോധനയിലൂടെ, പ്രശ്നത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയെ കുറിച്ച് പുസ്തകം വേറെ രേഖപ്പെടുത്തുന്നില്ല.
വളരെ കാഠിന്യമായ അനുഭവത്തിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. നമ്മളൊക്കെ അതിനേക്കാൾ താഴെ നിൽക്കുന്ന അനുഭവങ്ങളിലൂടെ മാത്രമേ നമ്മൾ കടന്നു പോകുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം. ഇയ്യോബിനെ കുറിച്ച് ആദ്യത്തെ ഭാഗത്ത് പറയുന്നത്, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ ഇയ്യോബ് എന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നാ തുടങ്ങുന്നത്. ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അവനെ കുറിച്ച് പറയുന്നത്, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. കണ്ടോ, ദൈവം ഇതിൽ ആ ഇയ്യോബിനെ പരിചയപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന 1-ാമത്തെ ഭാഗം, ഇയ്യോബ് എന്ന പുരുഷൻ അവൻ ആരാണ്? അവൻ 1 നിഷ്കളങ്കനാണ്, 2 നേരുള്ളവനാണ്, 3 ദൈവഭക്തനാണ്, 4 ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അതിനുശേഷം അവന്റെ ആത്മീയ വശത്തെ കുറിച്ച് പറഞ്ഞ ശേഷം അവന്റെ ഭൗതിക മണ്ഡലത്തെ കുറിച്ച് പറയുകയാണ്. 7000 ആട് അവനുണ്ടായിരുന്നു, 3000 ഒട്ടകം അവനുണ്ടായിരുന്നു, 500 ഏർകാള അവനുണ്ടായിരുന്നു, 500 പെൺകഴുതി ഉണ്ടായിരുന്നു, വളരെയധികം ദാസന്മാരുണ്ടായിരുന്നു, 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ ഭൗതിക മണ്ഡലത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക. എന്ന് പറഞ്ഞാൽ ആ ഭൗതിക മണ്ഡലം പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കത്തില്ല. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയാൽ 3000 ഒട്ടകം എന്നൊക്കെ പറയുമ്പോൾ ഒരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. കാരണം ആ കാലയളവിൽ യാത്രക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒട്ടകങ്ങളെയാണ്. ഇദ്ദേഹത്തിനും കുടുംബത്തിനും ഒരു 10 ഒട്ടകത്തേക്കാൾ കൂടുതൽ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് 10 മക്കളുണ്ട്, ഭാര്യയുണ്ട്, അദ്ദേഹമുണ്ട്, ദാസിദാസന്മാരുടെ കൂടിയാൽ ഏകദേശം ഒരു 100 കുട്ടിക്കു. പക്ഷെ ഇവിടെ 3000 ഒട്ടകം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പറഞ്ഞാൽ ആ ദേശത്ത് മുഴുവൻ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം ഉണ്ടായിരുന്ന ഒരു വലിയ ധനവാനായ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ് എന്ന് നമുക്ക് ഈ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. 7000 ആടുണ്ടായിരുന്നു, 500 ഏർകാള ഉണ്ടായിരുന്നു, 500 പെൺകഴുത എന്ന് പറഞ്ഞാൽ ഭാരം ചുമക്കുന്ന ജോലി ചെയ്യുന്ന കഴുതകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമ്പത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന എല്ലാ ഭൗതിക നന്മകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആയുസ് മുഴുവൻ സന്തോഷത്തോടെ, സൗഭാഗ്യത്തോടെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭൗതികമുണ്ടെങ്കിൽ വളരെ സന്തോഷമാണല്ലോ നമുക്ക്. അപ്പൊ ആ സന്തോഷത്തോടും ആ സൗഭാഗ്യത്തോടും ഒക്കെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹമെന്ന് ആ വേദഭാഗങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാവുന്ന താഴോട്ട് വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ സാത്താൻ ചെല്ലുന്നു. സാത്താനെ കണ്ടപ്പോൾ ദൈവം സാത്താനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 8-ാം വാക്യത്തിൽ കാണുന്നത്. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് ദൈവം അരുളി ചെയ്തു. ആ വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണമേ ദൈവമക്കൾ. അതാണ് എന്റെ വിഷയം. അതാണ് ദൈവം തന്റെ ദാസനായ, തന്റെ സ്നേഹിതനായ ഇയ്യോബിനെ പരിചയപ്പെടുത്തിയത് 7000 ആടുള്ളവനെന്നല്ല, 3000 ഒട്ടകമുള്ളവനെന്നല്ല, 500 ഏർകാടുള്ളവനെന്നല്ല, 500 പെൺകഴുതി ഉള്ളവനെന്നുമല്ല. അല്ല, അവന് 10 പിള്ളേരുണ്ടെന്നും അല്ല ദൈവം പറഞ്ഞത്. ദാസിദാസന്മാരുടെ എണ്ണവും അല്ല അവിടെ പറഞ്ഞത്. ദൈവം ഇതിൽ ഭൗതിക മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ടല്ല ദൈവം തന്റെ ദാസനെ പരിചയപ്പെടുത്തിയത്. ദൈവം പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞ 1-ാമത്തെ കാര്യം, നിഷ്കളങ്കനാണ് എന്റെ ദാസൻ, നേരുള്ളവനാണ് എന്റെ ദാസൻ, ദൈവത്തെ ഭയപ്പെടുന്നവനാണ് എന്റെ ദാസൻ, ദൈവഭക്തനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. നമുക്ക് ദൈവത്തിന്റെ മക്കളെ, ഈ കാലഘട്ടത്തിൽ ആത്മീയ ഗോളത്തിന് ഇല്ലാതെ പോയ ചില ക്വാളിറ്റികളാണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ. ആത്മീയ ലോകത്തിന് നഷ്ടപ്പെട്ടു പോയ ചില വിഷയങ്ങളാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കെന്ന് പറയാനുള്ളത് 2-ാമത്തെ ഭാഗമാണ്. ഏതാണ്? ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങൾക്ക് 7000 ആടുണ്ട്. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങൾക്ക് 3000 ഒട്ടകമുണ്ട്. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, 500 ഏർകാളയും 500 പെൺകഴുതയും ഞങ്ങൾക്കുണ്ട്. അല്ല, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, 10 തലമുറകളെ ദൈവം ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾക്ക് ഒത്തിരി ദാസിദാസന്മാരുണ്ട് എന്നൊക്കെയാണ് ഇന്നത്തെ സാക്ഷ്യം. നഷ്ടപ്പെട്ടു പോയത് നിഷ്കളങ്കത്വമാണ്, നഷ്ടപ്പെട്ടു പോയത് നേരിന്റെ അനുഭവമാണ്, നഷ്ടപ്പെട്ടു പോയത് ദൈവഭയമാണ്, നഷ്ടപ്പെട്ടു പോയത് ദോഷത്തിൽ നിന്ന് അകലുന്ന അനുഭവങ്ങളാണ്.
വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആത്മീയ ലോകത്ത്, പ്രത്യേകിച്ച് സംഘടനാ തലങ്ങളിലൊക്കെ, ആത്മീയ നേതാക്കന്മാരുടെ മണ്ഡലങ്ങളിലൊക്കെ നിഷ്കളങ്കത എന്ന് പറയുന്നത് എന്നേ നഷ്ടപ്പെട്ടു പോയി. കപടതയുടെ പര്യായമായിട്ട് ആത്മീയ മണ്ഡലം, ക്രിസ്തീയ മണ്ഡലം മാറിക്കൊണ്ടിരിക്കുന്ന ദുഷിച്ച അനുഭവങ്ങളുടെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ദൈവജനം ഓർക്കേണ്ട സമയമാണ്. എന്താണ് 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഇയ്യോബിന് പണ്ടുണ്ടായതിനേക്കാൾ ഇരട്ടിയായി ദൈവം മടക്കിക്കൊടുത്തു എന്ന് ആ ഭാഗത്ത് ഒരു അനുഗ്രഹത്തിന്റെ അവസാനം വെളിപ്പെടുത്തുവാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, 1-ാം അധ്യായത്തിലെ 7000 ആടിന്റെ ബലമല്ല, 3000 ഒട്ടകത്തിന്റെ ബലമല്ല, 500 ഏർകാളയുടെയോ 500 പെൺകഴുതയുടെയോ അല്ല 10 മക്കളുടെയോ അല്ല ദാസീദാസന്മാരുടെയോ എണ്ണത്തിന്റെ ബലത്തിലല്ല, പിന്നെയോ നിഷ്കളങ്കതയുടെ, നേരിന്റെ, ദോഷം വിട്ടകലുന്നതിന്റെ, ദൈവ ഭയത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ്, ആ വെളിപ്പെടുത്തിൽ നിന്നുകൊണ്ടാണ്, ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി പണ്ടുണ്ടായതിനേക്കാൾ ഇരട്ടിയായി മടക്കിക്കൊടുത്തതെന്ന് ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനിച്ച് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ, വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെങ്കിലും മനസ്സിലാക്കണമെന്നാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ദൂതായിട്ട് നിങ്ങളോട് പറയുവാനുള്ളത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അനവധി വിഷയങ്ങൾക്ക് വിടുതൽ നമുക്ക് ആവശ്യമുണ്ട്. എന്തൊക്കെ സമൂഹത്തിന് ഇന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതിന് കാരണം എന്താണ്? നാളുകളായി ദൈവിക വിടുതലിന്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്ക് ആത്മീയ അനുഭവങ്ങളുടെ അവകാശം പറയാനില്ല, നമുക്ക് ഭൗതിക മണ്ഡലത്തിന്റെ ഉന്നമനം പറയാൻ മാത്രമേ ഉള്ളൂ എന്ന കാര്യമാണ്. ദൈവമക്കളെ, ഭൗതികം നഷ്ടപ്പെടുമെന്ന് ഈ പുസ്തകം നമ്മളെ, ഇയ്യോബിന്റെ അനുഭവം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇന്ന് എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും, എത്ര നല്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും, തലമുറയുടെ എണ്ണം ഒപ്പത്തിനൊപ്പം വിളിച്ചു പറഞ്ഞാലും, ശ്രദ്ധിക്കണം, അതെല്ലാം നഷ്ടപ്പെടാൻ അധിക സമയം വേണ്ട എന്ന് ഇയ്യോബിന്റെ അനുഭവം മാത്രമല്ല, ഈ കാലഘട്ടത്തിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ എത്രയോ അനർത്ഥങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേർപാടിന്റെ ദുഃഖങ്ങൾ ഓരോ ഭവനത്തിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കണം, ഭൗതിക മണ്ഡലത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇനിയും അധിക കാലം മുൻപോട്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. തിരിച്ചറിയണം. ഭൗതിക മണ്ഡലത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇനിയും മുൻപോട്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ കാലങ്ങളായി വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ ന്യായവിധിയുടെ അനുഭവങ്ങൾ ദൈവ മണ്ഡലത്തിൽ, ദൈവിക ഭവനങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധന്മാർ പലരും പോയിക്കൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദുഷ്ടന്മാർ ഇപ്പോഴും ഉണ്ട്, പക്ഷേ നീതിമാന്മാർ പലരും പോയിക്കൊണ്ടിരിക്കുകയാ. എല്ലാ അനുഭവത്തിനും മാറ്റം വരുവാൻ സമയമായി എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ഇവിടെ ഇയ്യോബിനെ ദൈവം പരിചയപ്പെടുത്തുമ്പോൾ, സാത്താന്റെ മുമ്പിൽ തന്റെ ഇടത്തോട് തന്റെ ദാസനെ വെളിപ്പെടുത്തുമ്പോൾ, അവൻ 7000 ആണെന്നല്ല പറഞ്ഞത്, 3000 ഒട്ടകമുണ്ടെന്നല്ല പറഞ്ഞത്, 10 മക്കളുണ്ടെന്നല്ല പറഞ്ഞത്, അവൻ നിഷ്കളങ്കനാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അവൻ നിഷ്കളങ്കനാണ്, അവൻ നേരുള്ളവനാണ് എന്ന് പറഞ്ഞാൽ കപടതയില്ലാത്തവനാണ്, അഭിനയിക്കാത്തവനാണ്, ആത്മീയത്തിൽ അനുഭവം അഭിനയത്തിലൂടെ വെളിപ്പെടുത്താത്തവനാണ്, അനുഭവത്തിലൂടെ വെളിപ്പെടുത്തുന്നവനാണ് അവൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെക്കുറിച്ച്, പെന്തക്കോസ്തുകാരെ കുറിച്ച്, എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് ലോകത്തിനത് പറയാൻ കഴിയുമോ? വേണ്ട, ദൈവത്തിനത് പറയാൻ കഴിയുമോ? പണ്ട് ദൈവം നമ്മളെ കുറിച്ച് അതാ പറഞ്ഞത്, തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അത് തന്നെ ലോകവും കണ്ടു. ലോകവും പറഞ്ഞു, ഇല്ല, ഇവർ നമ്മുടെ കൂട്ടക്കാരല്ല, ഇവർ വേറൊരു ഗ്രൂപ്പാണ്. ഇവർ ലോകത്ത് ചിതറിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇവർക്കൊരു പ്രമാണമുണ്ട്, ഇവർക്ക് ദൈവമുണ്ട്, ഇവർക്കൊരു ആരാധനയുണ്ട്, ഇവർക്ക് ആത്മാവിന്റെ ശബ്ദമുണ്ട്, ഇവർ സാധാരണക്കാരല്ല എന്ന് ലോകവും പറഞ്ഞിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് ആത്മീയ ലോകത്തെ കലുഷിതമാക്കി കളഞ്ഞ ആത്മീയ നേതൃത്വം, സംഘടനകൾ നാറ്റിക്കുകയാണ്, നാണം കെടുത്തുകയാണ്. യുവമക്കളെ ഓർക്കുക, പ്രാർത്ഥനയുടെ മറുപടികൾ അകലുകയാണ്, വേദനകൾ വർദ്ധിക്കാൻ പോകുകയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്. തിരിച്ചു വരണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിഷ്കളങ്കതയുടെ അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്.
നമുക്ക് ഉൽപ്പത്തി പുസ്തകം പഠിച്ചാൽ അബ്രഹാമിനെ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്ന അഞ്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദൈവം നേരിട്ട് അബ്രഹാമിനോട് സംസാരിക്കുന്ന 5 ഭാഗങ്ങളുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ ദൈവം വിളിക്കുന്ന രംഗം 1. ആ വിളിക്കുമ്പോൾ തന്നെ ദൈവം പറഞ്ഞു, വിടേണ്ടതിനെ വിടാതെ എന്റെ വിളി കേട്ട് നിനക്ക് ഇറങ്ങാൻ കഴിയില്ല. ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാരണം, ദൈവത്തിന്റെ വിളികൾ പൂർണ്ണമാകണമെങ്കിൽ, ദൈവത്തിന്റെ വിളി കേട്ട് ഒരുവനെ ദൈവത്തെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വേർപാട് പാലിച്ചേ പറ്റൂ. വേർപാടില്ലാത്ത യാത്രകൾ ദൈവത്തിന്റെ കൂടെയല്ല. ഇന്ന് നാം സ്വയം ഒന്ന് ശോധന ചെയ്യണം. വേർപാടുണ്ടോ ദൈവസഭയ്ക്ക്? വിടേണ്ടതിനെ വിടുന്നുണ്ടോ? ലോകത്തെ വിടണമെന്ന് പറഞ്ഞു, ദേശത്തെ വിടണമെന്ന് പറഞ്ഞു, ചാർച്ചക്കാരെ വിടണമെന്ന് പറഞ്ഞു, പിതൃഭവനത്തെ വിടണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പാരമ്പര്യമായി ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ വിടണം. വിട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വിളിക്കനുസരിച്ച് യാത്ര ചെയ്യാൻ പറ്റൂ. ഇന്ന് ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പാട്ടുപോലും നമ്മൾ മറന്നുപോയില്ലേ? ഇന്ന് ലോകം എനിക്ക് വേണം, ലോകത്തിന്റെ ഇമ്പങ്ങളെല്ലാം അവരെക്കാൾ അധികമായിട്ട് എനിക്ക് വേണമെന്ന് ആവർത്തിച്ച് പറഞ്ഞും ചെയ്തും കാണിച്ചും കൊണ്ടല്ലേ നമ്മൾ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുന്നത്. നമ്മുടെ വിവാഹമാണെങ്കിലും എന്ത് പരിപാടിയാണ്, എന്ത് പേക്കൂത്തുകളാണ് നടക്കുന്നത്. ലോകക്കാർ കാണിക്കാത്ത പരിപാടികളല്ലേ ഇന്ന് ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ഈ കൂട്ടം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ലോകത്തിന്റെ പുറകെയാണ്. ദൈവത്തിന്റെ പുറകെയാണെങ്കിൽ വേർപാട് പാലിച്ചേ പറ്റത്തുള്ളൂ. അബ്രഹാമേ 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 എന്ന് ഉൽപ്പത്തി 12-ൽ വിളിക്കുമ്പോൾ ആ ദൈവശബ്ദം ആദ്യമായി കേൾക്കുന്ന അബ്രഹാമിനോട് ദൈവം പറയുക, നീ എന്നെ അനുഗമിക്കണമെങ്കിൽ നീ ദേശത്തെ വിടണം, നീ ചാർച്ചക്കാരെ വിടണം, നീ പിതൃഭവനത്തെ വിടണം, വിട്ട് എന്റെ പുറകെ നീ വരണം. ഒന്നാമത്തെ ശബ്ദം അതാണ്, വിട്ട് ദൈവത്തെ അനുഗമിക്കണം. വേർപാടില്ലാത്ത ആത്മീയ ജീവിതം പെന്തക്കോസ്ത് അനുഭവമല്ല, അത് പെന്തക്കോസ്ത് ജീവിതമല്ല. പെന്തക്കോസ്ത് പള്ളിയിലായിരിക്കും പോകുന്നത്, പക്ഷേ നീ പെന്തക്കോസ്തുകാരനല്ല, നീ പെന്തക്കോസ്തുകാരിയല്ല. തിരിച്ചറിയണം, നിന്റെ കൂടെ ദൈവമില്ല. നീ താഴെ പോയാൽ ഉയർത്താൻ ദൈവം വരികയുമില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകില്ല. നിനക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിന് പിൻപിൽ സാത്താനാണ്. ഇന്ന് നീ കിട്ടി എന്ന് പറയുന്ന അവകാശപ്പെടുന്നതിനൊക്കെ പിൻപിൽ സാത്താനാണ്. ഉറപ്പിച്ച് ഞാനങ്ങ് പറയുക. കാരണം ഞാൻ പുസ്തകം പഠിച്ചപ്പോൾ വേർപാടില്ലാത്ത ജീവിതം ദൈവിക അനുഭവങ്ങളുടെ ജീവിതമല്ല, ദൈവത്തിന്റെ പുറകെയുള്ള യാത്രയല്ല. രണ്ടാമത് ദൈവം സംസാരിക്കുന്നത് 15-ാം അധ്യായത്തിനകത്താണ്. പുറകെ ഇറങ്ങിത്തിരിച്ച ലോത്തിനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയപ്പോ തന്റെ ഭവനത്തിനകത്തുള്ള ആയുധധാരികളായ ആളുകളെയും കൊണ്ട് പോയി അവരെ ലോത്തിനെ തിരിച്ചു കൊണ്ടുവരുന്ന രംഗം ഉൽപ്പത്തി 14-ൽ കാണാൻ കഴിയും. അങ്ങനെ ലോത്തിനെ തിരിച്ചു കൊണ്ടുവന്ന അബ്രഹാമിനെതിരായിട്ട് ശത്രുക്കൾ അണിനിരുന്നപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് 15-ാം അധ്യായത്തിൽ പറഞ്ഞു, അബ്രഹാമെ നീ ഭയപ്പെടണ്ട. ഭയപ്പെടുന്ന രംഗങ്ങൾ വന്നപ്പോൾ അബ്രഹാമിനോട് പറയുക, വിട്ട് ദൈവത്തെ അനുഗമിച്ച് അബ്രഹാമിനോട് പറയാണ്, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. എത്ര ശത്രുക്കൾ ദൈവത്തെ അനുഗമിക്കുന്ന ഒരു ദൈവമൈതന്റെ മുൻപിൽ വെളിപ്പെട്ടാലും, അവനെതിരായിട്ട് ഗൂഢാലോചന ചെയ്താലും, തന്ത്രങ്ങൾ ഒരുക്കിയാലും ദൈവം ഇറങ്ങി വന്നിട്ട് പറയും, നീ ഇപ്പൊ അവരെ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, അതിമഹത്തായ പ്രതിഫലമാണ്. ഇതിലെ ശ്രദ്ധിക്ക്, ദൈവത്തെ അനുഗമിക്കുന്നവൻ ഇന്നും ഭയപ്പെടത്തില്ല, ഒരു ശത്രുവിനെയും ഭയപ്പെടത്തില്ല, ഒരു ദുഷ്ടന്റെ ഒരു പ്രവൃത്തിയെയും ഭയപ്പെടത്തില്ല. മന്ത്രവാദ, വ്യാഭിചാര, നേർച്ച, വാഴ്ച ശക്തികളും അന്യാരാധന ശക്തികളും ദുഷ്ടദുർഭൂത ശക്തികളും ഒന്നും ദൈവപൈതലിന്റെ മുൻപിൽ നിന്ന് വെളിപ്പെട്ടാൽ അതിനെ ഭയപ്പെടത്തില്ലെന്നാണ് ദൈവപൈതൽ പുസ്തകം പറയുന്നത്. അതുകൊണ്ടാണ് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് സംഭരിക്കുന്ന സംഹാരകനെയും നിനക്ക് ഭയപ്പെടാനില്ല. നിന്റെ പക്ഷ 1000 പേരും വലതുഭാഗത്ത് 10,000 പേരും എങ്കിലും അവ നിന്നോട് അടുത്തു വരികയില്ല. കാര്യം എന്താണ്? നീ നടക്കുന്നത് വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവത്തോട് കൂടെയാണ്. അതാണ് പേടിക്കേണ്ട അബ്രഹാമേ, ഭയപ്പെടേണ്ട. ശത്രുക്കൾ വർദ്ധിച്ചാലും നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അങ്ങനെ ദൈവത്തെ അനുഗമിക്കുന്നവരോട് പറയുക. അടുത്തത് മൂന്നാമത് പറയുന്നത് 17-ാം അധ്യായത്തിലാണ്. വാഗ്ദത്തം പ്രാപിപ്പാനുള്ള ശക്തി നഷ്ടപ്പെട്ടു എന്ന് സ്വയം ബോധിതനായി തന്റെ ഭാര്യയെ നോക്കിയപ്പോൾ നിർജീവമായ അനുഭവങ്ങൾ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ, സ്വയം ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ ഇനിയൊരു ഉദാഹരണത്തിനുള്ള ശക്തിയില്ല, ഒരു വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാനുള്ള ശക്തിയില്ലെന്ന് സ്വയം ബോധ്യമായി തളർന്നിരുന്ന അബ്രഹാമിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട ദൈവം പറയാണ്, ഭാരപ്പെടേണ്ട കാര്യമില്ല, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. മൂന്നാമത് ദൈവത്തോടു കൂടെ നടക്കുന്നവനെ കുറിച്ച് പറയാണ്. അവന് വെളിപ്പെട്ട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു.
നീ ഒരു കാര്യം ചെയ്യണം, അതാണ് എന്റെ വിഷയം. നീ ഒരു കാര്യം ചെയ്യണം, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വാഗ്ദത്ത നിവർത്തി പ്രാപിക്കണമെങ്കിൽ 12-ാം അധ്യായത്തിൽ ദൈവത്തോടു കൂടി ഇറങ്ങി വന്നവൻ, 15-ാം അധ്യായത്തിൽ ദൈവത്തോടുകൂടെ നടന്നു വരുന്നവൻ, 17-ാം അധ്യായത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ട് പറയാണ്, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണമെന്ന്. അപ്പോൾ എവിടെയോ ചില കപടതകൾ ആ അബ്രഹാമേ നിന്റെ ജീവിതത്തിലുമുണ്ട്. നീ ചിലപ്പോഴൊക്കെ മാറ്റി മാറ്റി ഭാര്യയെ സഹോദരിയാക്കി മാറ്റുന്ന രംഗങ്ങൾ എനിക്കറിയാം. ചിലപ്പോഴൊക്കെ നീ നിന്റെ കപടത വെളിപ്പെടുത്തും. പറ്റില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പറ്റില്ല. ദൈവത്തോടുകൂടെ നടക്കുന്നവന്റെ ജീവിതത്തിൽ വാഗ്ദത്ത നിവർത്തി വെളിപ്പെടണമെങ്കിൽ, പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടണമെങ്കിൽ നിന്റെ കപടത മാറ്റിയേ പറ്റത്തുള്ളൂ, നിന്റെ നിഷ്കളങ്കനായേ പറ്റത്തുള്ളൂവെന്ന് അബ്രഹാമിനോട് 17-ാം അധ്യായത്തിൽ ദൈവം സ്വയം പരിചയപ്പെടുത്തിയിട്ട് പറയുന്നുണ്ടെങ്കിൽ നാം തിരിച്ചറിയണം, നിഷ്കളങ്കതയ്ക്ക് ദൈവം വലിയ വില കൊടുക്കുന്നുണ്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. നമ്മൾ വിചാരിക്കുന്നത് ഇതൊന്നും ഒരു വിഷയമല്ല. ഇന്ന് നമ്മൾ കണ്ടില്ലേ, സംഘടനയുടെ നേതാക്കന്മാർ തലപ്പത്തുള്ളവരെ കാണിക്കുന്ന പ്രവർത്തികൾ കണ്ടില്ലേ? ആത്മീയ നേതാക്കന്മാർ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ടില്ലേ? ആത്മീയ ലോകം പോകുന്ന പോക്ക് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മളെ അവർ കൊണ്ടുപോകുന്നത് മിസ്രൈമിലേക്കാണ്, വാഗ്ദത്ത നാട്ടിലേക്കല്ല. സംഘടനയൊന്നും ദൈവത്തിൻ്റെതല്ല, എന്നേ ദൈവം കൈവിട്ടുപോയതാണ്. ആരിൽ ഭൂതങ്ങളാണ്, മൊത്തം സാത്താന്യ വ്യാപാരമാണ്. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നത്, അയ്യോ, യെരുശലേം ദേവാലയത്തിൽ ചെന്ന യേശു കർത്താവ് അവിടെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ പറഞ്ഞേനെ. ഇന്നത്തെ രീതിയാണെങ്കിൽ ബഹുമാന്യനായ, നമ്മുടെ ഭാഷ അതല്ലേ, ബഹുമാന്യനായ സൂപ്രണ്ട് ഹന്നാഫും സ്നേഹത്തിന്റെ ആൾരൂപമായ നമ്മുടെ ഓവർസിയർ കയ്യാഫാവും സത്യസന്ധനും നീതിമാനുമായ നമ്മുടെ ജനറൽ പ്രസിഡന്റ് പീലാത്തോസിനും എന്റെ വന്ദനം എന്ന് പറഞ്ഞ് ഇന്ന് തുടങ്ങിയനെ. ഇന്ന് പ്രഗത്ഭന്മാരായ പ്രസംഗകരും അല്ലെങ്കിൽ ഈ കള്ളന്മാരിരിക്കുന്ന സ്റ്റേജിൽ, കപടത വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ ചെന്നിട്ട് അവരെ ഉയർത്തി പറയുന്നത് കേട്ടാൽ ഇതേ ഭാഷയാണ്. ഏതാ? ബഹുമാന്യനായ ഹന്നാഫിനും അല്ലെങ്കിൽ നീതിമാനായ പീലാത്തോസിനും അല്ലെങ്കിൽ അത് സ്നേഹത്തിന്റെ ആൾരൂപമായ കയ്യാഫാവിനും എന്റെ സ്നേഹവന്ദനം എന്ന് പറഞ്ഞ് കൈവപ്പിയിട്ടാണ് പ്രസംഗം തുടങ്ങുന്നത്. എന്നാൽ യേശു അങ്ങനെയുള്ള ആളല്ലായിരുന്നു. യേശു അവരെല്ലാം ഇരിക്കുന്ന മണ്ഡലങ്ങളിൽ ചെന്ന് കയറ് പിരിച്ച് ചമ്മട്ടി ഉണ്ടാക്കി ചാടിച്ചിറക്കിയിട്ട് പറഞ്ഞു, എന്റെ പിതാവിന്റെ ആലയമാണ് ഇത് പ്രാർത്ഥനാലയം എന്നാണ് ഇതിന്റെ പേര്, ഇത് നീയൊക്കെ ചേർന്ന് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയെന്ന് പന്തളത്തോട് പറഞ്ഞ ഒരു അഭിഷേകത്തിന്റെ നിറവുണ്ട് യേശുവില്. ആ യേശു മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ ബഹുമാന്യനായ സ്നേഹത്തിന്റെ ആൾരൂപമായ അപ്പന്റെ പാരമ്പര്യം പിന്തുടരുന്നതെന്ന് പറഞ്ഞൊന്നുമല്ല തുടങ്ങിയത്. മത്തായി സുവിശേഷം 23-ാം അധ്യായം ഞാൻ പഠിച്ചപ്പോ അവിടെ വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവരെയൊക്കെ അന്നത്തെ ആത്മീയ ലോകത്തെ പേര് വിളിക്കുന്ന ചില രംഗങ്ങള് മത്തായി സുവിശേഷം 23-ാം അധ്യായം വീട്ടിൽ നിന്ന് വായിക്കണം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമേ, നിങ്ങൾ കയ്യോ കഷ്ടം. 7 പ്രാവശ്യമാ പേര് പറഞ്ഞ് വിളിച്ചു പറയുന്നത്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ 7 പ്രാവശ്യം പേര് പറഞ്ഞു പറയുക. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പുരോഹിതന്മാർക്കുമേ അയ്യോ കഷ്ടം. ശാസ്ത്രിമാരും പരിചയന്മാരും പുരോഹിതന്മാരെ കുറിച്ചും പറയാ. 7 പ്രാവശ്യം ഈ വാക്ക് ആവർത്തിച്ചിട്ടുണ്ട്. നമ്മളങ്ങ് ബഹുമാന്യനായ സ്നേഹരൂപമായ ആളുരൂപമായ സംഘടനയുടെ വലത്തിൽ നിൽക്കുന്ന, അയ്യോ അപ്പന്റെ വലത്തിൽ നിൽക്കുന്ന എന്നൊക്കെ പറഞ്ഞങ്ങ് പൊക്കിയിട്ടാണ് നമ്മുടെ പ്രസംഗം ആരംഭിക്കുന്നത്. എല്ലാ സ്റ്റേജിലും എല്ലാ കപടതയും കാണിച്ചിട്ട്, നിഷ്കളങ്കത കാറ്റിൽ പറത്തിയിട്ട്, അധികാരത്തിന്റെ അടവുകൾക്ക് വേണ്ടി പാഞ്ഞു നടക്കുന്ന ഈ ഗ്രൂപ്പിനോടാണ് നമ്മൾ പറയുന്നത് സ്നേഹത്തിന്റെ ആൾരൂപം, ബഹുമാന്യൻ. പക്ഷെ യേശു പറഞ്ഞത് അങ്ങനെയല്ല. യേശു അവരെ നോക്കിക്കൊണ്ടാ പറഞ്ഞത്. അന്നത്തെ ആത്മീയ ലോകത്തെ നേതൃത്വത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ശാസ്ത്രി പുരോഹിത പരീക്ഷ വൃന്ദത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കപടഭക്തിക്കാരായ നിങ്ങൾ കയ്യോ കഷ്ടം. കപടഭക്തിക്കാരായ നിങ്ങൾ കയ്യോ കഷ്ടം 7 പ്രാവശ്യം ആവർത്തിക്കുകയാ. എന്നിട്ട് അവരെ വിളിച്ച പേരുകളെ കേൾക്കണം. ആളുകളുടെ മുമ്പിൽ വെച്ച വെള്ളം തേച്ച ശവക്കല്ലറകളാണ് നിങ്ങൾ, പാമ്പുകൾ, സർപ്പസന്തതികളെ എന്നാ ദൈവം വിളിച്ചത്, ഒട്ടകത്തെ വിഴുങ്ങുന്നവരെ. എന്നിട്ട് ലാസ്റ്റി പറഞ്ഞു, നിങ്ങൾ ഇവരെ പോലെ, ജനത്തെ നോക്കിയിട്ട് പറയാം, നിങ്ങൾ ഇവരെ പോലെ ആകരുത് കേട്ടോ, നിങ്ങൾ ഇവരെ പോലെ ആകരുത്. അഭിഷേകമുള്ളവൻ അങ്ങനാ പറയുന്നത്.
കൂട്ടായ്മ കൂടത്തില്ല അവരുമായിട്ട്, കൈകൊടുക്കത്തില്ല അവരുമായിട്ട്. കാരണം നിഷ്കളങ്കത നഷ്ടപ്പെടുത്തിയവരാണ്, ആത്മീയ ലോകത്തെ മലിനപ്പെടുത്തിയവരാണ്, നേര് നഷ്ടപ്പെടുത്തിയവരാണ്. നമുക്ക് വേണ്ടത് അടുത്ത പ്രസംഗമാണ്, നമുക്ക് വേണ്ടത് അടുത്ത സ്റ്റേജാണ്. അതുകൊണ്ട് ഇവരെ എല്ലാം നമ്മൾ ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത കൺവെൻഷനിൽ ഈ കപടത കാണിച്ചവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിരുന്നുകൊണ്ട് ഒരു ഉളിപ്പുമില്ലാതെ യേശുവിന്റെ സ്നേഹത്തെ പ്രസംഗിക്കുകയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരത്തിന് എല്ലാ അടവും, ലോക മനുഷ്യൻ കാണിക്കുന്ന എല്ലാ അടവും കാണിച്ചിട്ട് അടുത്ത കൺവെൻഷൻ ആകുമ്പോൾ ഇതെല്ലാം മറന്നിട്ട് ആളുകൾ യേശുവിന്റെ സ്നേഹം, ഒരു ഉളിപ്പുമില്ലാത്ത ലോക മനുഷ്യനേക്കാൾ കഷ്ടമായിട്ട് ആത്മീയ നേതൃത്വം അധപ്പതിച്ചു എന്നാ പറഞ്ഞത് അർത്ഥം. ഇവിടെ ഹല്ലേലൂയ 12-ാം അധ്യായത്തിൽ കൂടെ ഇറങ്ങി വന്നവനെ, 15-ാം അധ്യായത്തിൽ പിന്തുടരുന്നവനെ, 17-ാം അധ്യായത്തിൽ ബലപ്പെടുത്തിട്ട് പറയുക, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരുന്നാൽ, എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനാകണം. അബ്രഹാമിനോടാ പറഞ്ഞത്. അബ്രഹാമിനോട് നിഷ്കളങ്കനായി നടക്കണമെന്ന് പറയുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് സാത്താന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ, എന്റെ ദാസനായ ഇയ്യോബ് നിഷ്കളങ്കനാണ്. നീ അവനെയാണ് നോട്ടമിട്ടത്. ശ്രദ്ധിക്കണമേ ദൈവം, ഇതിലെ മനസ്സിലാക്കണം. സാത്താൻ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചത് ആരറിഞ്ഞു? ദൈവം അറിഞ്ഞു. സാത്താൻ ഇയ്യോബിന്റെ മേൽ മാത്രമല്ല ദൃഷ്ടി വെച്ചത്. ശ്രദ്ധിക്കണം, ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ മനസ്സിലാക്കണം. സാത്താൻ ഒരു അധികാരം കൊടുത്തപ്പോ സാത്താൻ കയറിയത് എവിടേക്കാണെന്നറിയാമോ? ഇയ്യോബിന്റെ പിള്ളേരെ തകർത്ത് കളഞ്ഞു, ഇയ്യോബിന്റെ സമ്പത്ത് തകർത്ത് കളഞ്ഞു, ഇയ്യോബിന്റെ ശരീരം തകർത്ത് കളഞ്ഞു, ഇയ്യോബിന്റെ കുടുംബജീവിതം തകർത്ത് കളഞ്ഞു. അന്നും ഇന്നും സാത്താൻ മാറിയിട്ടില്ല, ദൈവത്തിനും മാറ്റമില്ല. മാറിയത് നമ്മളാ. നമുക്ക് മനസ്സിലാകുന്നില്ല, തലമുറ പോയിട്ടും മനസ്സിലാകുന്നില്ല, കുടുംബജീവിതം നഷ്ടപ്പെട്ടിട്ടും മനസ്സിലാകുന്നില്ല, ശരീരം സൗഖ്യം നഷ്ടപ്പെട്ടിട്ടും മനസ്സിലാകുന്നില്ല, സമ്പത്ത് മുഴുവൻ തകർന്നിട്ടും മനസ്സിലാകുന്നില്ല. സാത്താനെ ഇയ്യോബിന്റെ അനുഭവത്തിലേക്ക് ഒന്ന് കയറാൻ അനുവദിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഇയ്യോബിന്റെ മേൽ മാത്രമല്ല, ഇയ്യോബിന്റെ തലമുറകളുടെ മേൽ പിശാച് ദൃഷ്ടി വെച്ചു, ഇയ്യോബിന്റെ സമ്പത്തിന്റെ മേൽ പിശാച് ദൃഷ്ടി വെച്ചു, ഇയ്യോബിന്റെ കുടുംബ ജീവിതത്തിന്റെ മേൽ പിശാച് ദൃഷ്ടി വെച്ചു. മനസ്സിലാകണം, ഇയ്യോബിന്റെ ശരീരത്തിന് മേൽ ശത്രു ദൃഷ്ടി വെച്ചു. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ഇതൊക്കെ ശക്തമായിട്ട് പറയാൻ കാരണം, വേദനയോടെ പറയാൻ കാരണം, നമുക്കൊരു ഉദ്ധാരണം വേണ്ടേ? നമ്മളല്ലേ അനുഗ്രഹിക്കപ്പെട്ടവർ, നമ്മളല്ലേ ദൈവമക്കൾ, നമുക്കല്ലേ വാഗ്ദത്തം, നമുക്കല്ലേ നിത്യജീവൻ, നമുക്കല്ലേ സ്വർഗം ദൈവം ഒരുക്കുന്നത്. നമ്മളല്ലേ ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് മാതൃകയായി മാറേണ്ടത്, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ നമ്മളല്ലേ. നമ്മുടെ കുടുംബജീവിതമല്ലേ അനുഗ്രഹിക്കപ്പെടേണ്ടത്, നമ്മുടെ തലമുറയല്ലേ അനുഗ്രഹിക്കപ്പെടേണ്ടത്, നമ്മളല്ലേ രോഗസൗഖ്യം പ്രാപിക്കേണ്ടത്. പക്ഷെ ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് അധികാരത്തിന്, എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം പറയാം, അധികാരങ്ങൾക്ക് അടവ് മതി. അധികാരത്തിന് എന്നും അടവ് മതി. അത് ആത്മീയ ലോകത്തെ അധികാരമാണെങ്കിലും അടവായിരുന്നു. എന്നാൽ ശുശ്രൂഷയ്ക്ക് അഭിഷേകം വേണം. അടവ് കൊണ്ട് നടക്കില്ല. അടവ് കൊണ്ട് ദൈവിക ശുശ്രൂഷ, ഈ പറഞ്ഞ പുള്ളികൾക്കൊന്നും ദൈവിക ശുശ്രൂഷയില്ല. മരണവും ശവടക്കും കല്യാണവും നടത്താൻ ഇവന്മാരെ കൊള്ളാം, പക്ഷെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവന്മാരെ കാണുന്നുണ്ടോ? പറ്റില്ല. കാര്യമെന്താ? അതിനുള്ള യോഗ്യതയില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. മനസ്സിലാക്ക്, ഇതിന്റെയൊക്കെ പുറകെ പോകുന്നയാ ദൈവമക്കളെ. നീയും പോകുന്നത് നാശത്തിലേക്കാണ്, നരകത്തിലേക്കാണ്, ശാപത്തിലേക്കാണ്. ഇത് കൂട്ടുനിൽക്കാൻ പാടില്ല, ഇതിനെ തള്ളിപ്പറയണം. യേശു പറഞ്ഞു, ഇവരെ പോലെ നിങ്ങൾ ആകരുത്. ഇതെന്റെ ദൈവമക്കൾ കാണിക്കണമെന്നാണ് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന നിഷ്കളങ്കത്വമാണ്. നിഷ്കളങ്കനായിരിക്കണം, നേരുള്ളവനായിരിക്കണം, ദൈവത്തെ ഭയപ്പെടുന്നവനായിരിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവഭയമാണ്. ദൈവത്തെ ഭയപ്പെടണം ദൈവമക്കളെ. ദൈവം ആരാണ്? ഈ പുസ്തകം, നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരും. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോ ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ത് സംഭവമാണത്? 10 മക്കളുടെ ശവപ്പെട്ടി വീട്ടിൽ വന്നു. നിങ്ങൾ നോക്ക്, 10 മക്കളുടെ ശവപ്പെട്ടി വീട്ടിൽ വന്നു. 10 പ്രാവശ്യം ആ വീട്ടിനകത്ത് ദുഃഖം വെളിപ്പെട്ടു. ജീവിതത്തിൽ മാറുമോ?
ഭൗതിക നന്മ മുഴുവൻ പെട്ടെന്ന് നഷ്ടപ്പെട്ടു. 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയും ഒറ്റയടിക്ക് പോയി. ദാസിദാസന്മാർ വിട്ടുപോയി. സ്വന്തം ശരീരം തകർന്നുപോയി. ഭാര്യ വരെ തള്ളിപ്പറഞ്ഞു. കൂടെ ഇരിക്കുന്നില്ല. കുടുംബജീവിതം തകർന്നു. എന്റെ ഭാഷയിൽ നമുക്ക് ആ തകർച്ച നിങ്ങൾ കണ്ടോ? ഇപ്പോ ഇവനെ കാണുന്നവരെല്ലാം ചോദ്യം ചോദിക്കുക. ഈ പുസ്തകം മുഴുവൻ ചോദ്യങ്ങളാണ്. അയ്യോബിന്റെ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് മുഴുവൻ ചോദ്യങ്ങളാ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഓരോന്നും നഷ്ടപ്പെടുമ്പോഴും ആളുകൾ അവനെ കാണുമ്പോൾ ചോദിക്കുക, എന്താണ് കാര്യം? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് സംഭവിക്കുന്നു? നിഷ്കളങ്കനായിരുന്നല്ലോ, നേരുള്ളവനായിരുന്നല്ലോ, ദോഷം വിട്ടുകിടന്നവനായിരുന്നല്ലോ, ദൈവഭക്തനായിരുന്നല്ലോ, യാഗങ്ങൾ നിരന്തരമായി അർപ്പിക്കുന്നവനായിരുന്നല്ലോ. ചോദ്യങ്ങളാണ് ലോകം മുഴുവൻ അവനെ ചോദിക്കുക. ചോദ്യങ്ങളുടെ ഒരു പുസ്തകമാണിത്. ഇയ്യോബും ചോദിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 26 അധ്യായത്തിനകത്ത് ഇയ്യോബും അവസാനം ചോദ്യങ്ങൾ ചോദിക്കുക ദൈവത്തോട്. നീ ശക്തിയില്ലാത്തവനെ എന്ത് സഹായം ചെയ്തു? ചോദ്യമാണ്. ബലമില്ലാത്ത ഭുജത്തെ എങ്ങനെ താങ്ങി? ചോദ്യമാണ്. ജ്ഞാനമില്ലാത്തവൻ എന്താലോചന നീ പറഞ്ഞു കൊടുത്തു? ചോദ്യമാണ്. ജ്ഞാനം എത്ര ധാരാളം നീ ഉപദേശിച്ചു? ചോദ്യമാണ്. ആരെയാകുന്നു നീ ആ വാക്യം കേൾപ്പിച്ചത്? ചോദ്യമാണ്. ഇങ്ങനെ ചോദ്യങ്ങളുടെ രംഗമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെ ചോദ്യങ്ങൾ അവനെ കാണുന്നവരും അവന്റെ ശിഷ്യന്മാരും ചോദിക്കുക, അല്ല അവന്റെ സ്നേഹിതന്മാരും ചോദിക്കുക. ചോദ്യങ്ങൾ എല്ലായിടത്തും പല രീതിയിലുള്ള ചോദ്യങ്ങൾ വെളിപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ആ ലെവലിൽ ഇവന്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞ പിശാച്. ചോദ്യങ്ങൾ ഒത്തിരി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ 42 അധ്യായത്തിൽ 38 അധ്യായം മുതൽ ദൈവം തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുക. എന്നെ സന്തോഷിപ്പിച്ച വിഷയം അതാ. ദൈവം തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുക. ഏതാണ്ട് 77 ചോദ്യങ്ങൾ ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നുണ്ട്. 38 അധ്യായം മുതൽ 41 അധ്യായം വരെ. ഞാനതിങ്ങനെ അണ്ടർലൈൻ ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. 38 അധ്യായം മുതൽ 41 അധ്യായം വരെ ദൈവം ഇയ്യോബ് ചോദ്യം ചോദിക്കുന്നു. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ചോദ്യം ചോദിക്കുന്നു. ഇയ്യോബിനെ കാണുന്നവരെല്ലാം ചോദ്യം ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 38 അധ്യായം മുതൽ യഹോവയായ ദൈവം ഇയ്യോബിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തെന്നാൽ അറിവില്ലാത്ത വാക്കുകളാൽ ആലോചന ഉളവാക്കുന്നവനാർ? ചോദ്യം. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ചോദ്യം. അതിന്റെ അളവ് നിയമിച്ചവൻ ആർ? ചോദ്യം. നീ അറിയുന്നുവോ? അല്ല, അതിന്റെ അളവ് നൂൽ പിടിച്ചവൻ ആർ? ചോദ്യം. അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അത് കഥകളാൽ അടച്ചവൻ ആർ? ചോദ്യമാണ്. നീ സമുദ്രത്തിന്റെ ഉറവുകളുടെ അടുക്കൽ ചെന്നിട്ടുണ്ടോ? ചോദ്യമാണ്. ആഴിയുടെ ആഴത്തിൽ നീ സഞ്ചരിച്ചിട്ടുണ്ടോ? ചോദ്യമാണ്. മരണത്തിന്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? ചോദ്യമാണ്. അന്ധതമസിന്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ? ചോദ്യമാണ്. ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ചോദ്യമാണ്. ഇങ്ങനെ 77 ചോദ്യം 41, 38 അധ്യായം, 39, 40, 41 അധ്യായങ്ങളിൽ ദൈവം അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഇയ്യോബിന് ഒറ്റ വാക്ക് മറുപടി പറയാനില്ല. ഇയ്യോബിന് മനസ്സിലായി ഇതിന്റെ എല്ലാം ഉത്തരമാണ് ഇവൻ. ഈ ചോദ്യം ചോദിച്ച ദൈവമാണ് ഇതിന്റെ എല്ലാം ഉത്തരം, ഇതിന്റെ എല്ലാം അടിസ്ഥാനം, ഇതിന്റെ എല്ലാം അളവ് നൂൽ. അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇയ്യോബ് 41 അധ്യായത്തിൽ പറയുകയാണ്, ദൈവമേ, അതാണ് നമ്മുടെ കുറിവാക്യം. 42 അധ്യായത്തിൽ അതെ ഇയ്യോബ് പറയുന്ന വാക്കാണ് നമ്മുടെ കുറിവാക്യം. എന്താണ് ഇയ്യോബ് പറഞ്ഞത്? അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവം ഇതിലെ നമ്മളിൽ നിന്നും ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാ. ഈ പുസ്തകം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുക. ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ നമുക്ക് ബോധ്യം ഉണ്ടാകണം നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന്. ആ ബോധ്യം നമുക്കുണ്ടായാൽ ഏത് പ്രശ്നത്തിന് നടുവിൽ കിടക്കുന്ന നമ്മളായാലും, ഏത് സാഹചര്യം അനുകൂലമല്ലാതിരിക്കുന്ന നമ്മളാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ ജീവിതത്തിലെങ്കിലും നമുക്കും പറയാൻ കഴിയണം, ഹല്ലേലൂയ, ദൈവമേ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഈ വാക്ക് കേൾക്കാൻ വേണ്ടിയാ ദൈവം നമുക്ക് ഈ കൂട്ടായ്മകളെല്ലാം തരുന്നത്. ഏതാ? നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാ. ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി തരുന്നത് നമ്മുടെ ദൈവം ആരാണെന്ന് അറിയാനുള്ള അറിവാണ് ബോധ്യപ്പെടുത്തി തരുന്നത്. ആ അറിവാണ് നമ്മളെ വിടുതലിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതാണ് എന്നോട് പറ്റിയിരിക്കുന്നവനെ ഞാൻ വിടുവിക്കും, എന്റെ നാമത്തെ അറിയുന്നവനെ ഞാൻ ഉയർത്തുമെന്ന് പറയുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുക. നോക്ക്, ദൈവത്തിന്റെ ഒന്നാമത് ഞാൻ പറഞ്ഞ കാര്യം, ദൈവം നമ്മളെ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ ഭൗതികമായി നമുക്ക് ലഭിച്ച നന്മകളുടെ അടിസ്ഥാനത്തിലല്ല.
ദൈവം നമ്മളെ അഡ്രസ് ചെയ്യുന്നത് നമ്മുടെ ആത്മീയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അത് നിഷ്കളങ്കത്വമാണ്, അത് നേരാണ്, അത് ദൈവഭയമാണ്, അത് ദൈവഭക്തിയാണ്, അത് ദോഷത്തിൽ നിന്ന് അകലുന്ന വേർപാടാണ് എന്ന കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ നോക്കിയാട്ട് ഈ വീട്ടിനകത്ത് ഒരു വിടുതലിനുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ? ഈ ഇയ്യോബിന്റെ വീട്ടിനകത്ത് അവന് മടങ്ങി വരുമെന്നുള്ള ഏതെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് തെളിയുന്നുണ്ടോ? എന്റെ വിഷയം അതാ. ഒരു സാഹചര്യമെങ്കിലും നമുക്ക് പറയാനുണ്ടോ? ഈ 10 മക്കളിനകത്ത് ഒരു മക്കളെങ്കിലും, ഒരു മോനോ ഒരു മോളോ എങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അവള് മിടിക്കുക, അല്ലെ അവൻ മിടിക്കുക, എങ്ങനെങ്കിലും തിരിച്ചു വരും എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പേര് പറയാനുണ്ടോ? 10 പോയില്ലേ? ഈ 7000 ആടിനകത്ത് ഒരു പെണ്ണാടുണ്ടായിരുന്നു നമുക്ക് പറയായിരുന്നു, സാരമില്ല, അത് പ്രസവിച്ചെങ്കിലും ഒരു ക്രമീകരണം ഉണ്ടാകും, കുഞ്ഞുങ്ങൾ ഇനി ഉണ്ടാകും, തിരിച്ചു വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാമായിരുന്നു. ഉണ്ടോ ദൈവമക്കളെ? ഏതെങ്കിലും ഒരു സാധ്യത, 1% ഉണ്ടോ? അതും വേണ്ട. ഇവന്റെ ശരീരം ഓക്കെയാ, ഇവന്റെ കുടുംബജീവിതം ഓക്കെയാ, ഒരു തലമുറയുടെ ജനിപ്പിക്കാനുള്ള, അബ്രഹാമിന്റെ കാലം നമുക്കറിയാമല്ലോ, 99-ാമത്തെ വയസ്സിലാണ്. അപ്പം ഇനി ഒരു തലമുറയെ ജനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇനി ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് അതിന് അങ്ങനെങ്കിലും ഒരു മടങ്ങി വരവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ശരീരം പോയില്ലേ, ഭാര്യ മാറിയില്ലേ, തള്ളിപ്പറഞ്ഞ് വിട്ടുപോയില്ലേ? അപ്പൊ ആ സാഹചര്യവും ഇല്ലല്ലോ. നോക്കി ശ്രദ്ധിക്കണമേ, ഒരു സാഹചര്യവും നിഷ്കളങ്കനായ, നേരുള്ളവനായ, ദൈവഭക്തനായ, ദോഷം വിട്ടകലുന്നവനായ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ തകർച്ചയിൽ നിന്ന് ഒരു ഉദ്ധാരണത്തിനുള്ള ഏതെങ്കിലും 1%, 1/2% സാധ്യതയുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ, ഇല്ലല്ലോ. പക്ഷെ ദൈവം 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ദൈവം സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ, അസാധ്യമായ മണ്ഡലത്തിൽ സാധ്യമാക്കി കൊടുത്ത അത്ഭുതത്തെ നിങ്ങൾ കണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റെ ആവശ്യം അതാണ്, എന്റെ ധൈര്യം അതാണ്, എന്റെ ശക്തി അതാണ്. ഞാൻ വായിച്ച പുസ്തകത്തിൽ ഞാൻ കണ്ട ദൈവപ്രവർത്തികളെല്ലാം എനിക്ക് ആവേശം തരുവാനുള്ള കാരണം അതാണ്. ഇവിടെ എനിക്ക് ഭൗതികമായി ഒന്നുമില്ലെങ്കിലും ഞാനൊരു കടക്കാരനായി മരിച്ചു പോയാലും ഭാരപ്പെടത്തില്ല. കാരണം എന്നെ വായിച്ചു കേൾപ്പിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഞാൻ കേട്ട ഒരു അനുഭവമുണ്ട്. പ്രവാചകന്റെ ഭാര്യ പറയുന്ന രംഗമുണ്ട്, എന്റെ ഭർത്താവ് ഭക്തനായിരുന്നു, അവൻ മരിച്ചുപോയി. അവിടെയും പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഭർത്താവ് ഭക്തനായിരുന്നു, അവൻ മരിച്ചുപോയി. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചുകൊണ്ടുപോകുന്നു. അതിനുള്ള ക്രമീകരണമായിരിക്കാനുള്ള ശ്രമം നടക്കുന്നു. ദൈവം അനുവദിച്ചില്ല. ഈ ജീവിതത്തിൽ ഭക്തനായി ജീവിച്ച മണ്ഡലത്തിൽ ഭൗതികമായി ഒന്നും നേടിയില്ലെങ്കിലും അവൻ ഭക്തനായിരുന്നത് കൊണ്ട് അവന്റെ തലമുറയെ ശത്രുവിന് വിട്ടുകൊടുക്കാൻ ദൈവം അനുവദിക്കാതിരുന്നെങ്കിൽ അതെന്റെ ധൈര്യമാണ്, അതെന്റെ ആവേശമാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഈ യോബിന്റെ പുസ്തകം എനിക്ക് ആവേശമാണ്. നമുക്ക് ആവേശമാകണം. ഒരു സാധ്യതയുമില്ല, മടങ്ങി വരവിനുള്ള ഒരു സാധ്യതയുമില്ല, ഉദ്ധാരണത്തിനൊരു സാധ്യതയുമില്ല, ഉയർച്ചയ്ക്കൊരു സാധ്യതയുമില്ല, വിടുതലിനൊരു സാധ്യതയുമില്ല, മറുപടിക്കൊരു സാധ്യതയുമില്ല. പക്ഷേ ദൈവം ഇരട്ടിയായി മടക്കി വരുത്തിയെങ്കിൽ 10 തലമുറകളെ ദൈവം മടക്കി കൊടുത്തു. 7000 ആടിന് പകരം 14,000 ആട് എണ്ണിപ്പറഞ്ഞു മടക്കി കൊടുത്തു. ബാക്കിയുണ്ടായിരുന്ന ഒരാട് പ്രസവിച്ചുണ്ടായതല്ല. എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് രാത്രിയിലും പകലുമായി എന്നെ കേൾക്കുന്ന, ഇനിയും കേൾക്കാൻ പോകുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടാലും പേടിക്കണ്ട. നീ ദൈവത്തിന്റെ സന്നിധിയിലാണെങ്കിൽ, ദൈവത്തോടെ നേരിലാണെങ്കിൽ, ദൈവത്തോടെ നിഷ്കളങ്ക അനുഭവത്തിലാണെങ്കിൽ, അഭിനയം മാറ്റിവെച്ചുള്ള അനുഭവമാണെങ്കിൽ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയും. ദൈവത്തിന് എനിക്ക് മടക്കിത്തരാൻ കഴിയും, നിന്റെ ജീവിതത്തെ മടക്കി വരുത്താൻ കഴിയും. ഓക്കെ ആട്ടെ, ആ കുടുംബത്തെ ദൈവം മടക്കി വരുത്തിയത് കണ്ടോ? ആ കുടുംബീയ അനുഭവങ്ങളെ ദൈവം മടക്കി വരുത്തി കണ്ടോ? 7000 ആടിന് പകരം 14,000 ആട്, 3000 ഒട്ടകത്തിന് പകരം 6000 ഒട്ടകം, 500 ഏർക്കാളയ്ക്ക് പകരം 1000 ഏർക്കാള, 500 പെൺകഴുതിക്ക് പകരം 1000 പെൺകഴുത, 10 മക്കളെയും, അവിടെയും 10 ഇവിടെയും 10 മക്കളെയും മടക്കി കൊടുത്ത കുടുംബജീവിതത്തെ മുൻപിലത്തേക്കാളിൽ പിൻപിലത്തേത് അനുഭവം അനുഗ്രഹമാക്കി കൊടുത്ത്, ദേശത്ത് ഒരത്ഭുത വിഷയമാക്കി മാറ്റിക്കൊടുത്ത്, ചോദ്യങ്ങൾ ചോദിച്ചവരുടെയൊക്കെ നാവടപ്പിച്ച് ഉത്തരമാക്കി ദൈവം മാറ്റിയെങ്കിൽ എന്നെയും നിന്നെയും അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന്റെ നിന്നെക്കുറിച്ചുള്ള അഡ്രസ് ദൈവം ആർക്കെങ്കിലും കൊടുത്താൽ അത് നിഷ്കളങ്കനായിരിക്കണം, നേരുള്ളവനായിരിക്കണം,
ദൈവഭക്തനായിരിക്കണം, ദൈവഭയമുള്ളവനായിരിക്കണം, ദോഷത്തിൽ നിന്ന് വേർപെട്ടവനായിരിക്കണം, ലോകത്തോടെ വേർപെട്ടവനായിരിക്കണം. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. കപടതയുടെ പുറകെ പോകാതെ എത്ര കപടത കാണിച്ചാലും നമുക്ക് കെട്ടിപ്പിടിച്ച് കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടുന്ന ആ കപടതയുടെ പുറകെ പോകാതെ ഇവരെ പോലാകരുത്. അഡ്രസ് ആത്മീയമാകട്ടെ, അഡ്രസ് ഭൗതികമായാൽ സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെടും. ദൈവത്തിന്റെ ഒരു വിളിയുണ്ട്, ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ സന്തോഷത്തോടെ ജീവിക്കും, ഏറിയ കാലത്തേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞ ആ പൊട്ടനോട്, ആ മണ്ടനോട്, ആ മൂഢനോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നു രാത്രി ഞാൻ നിന്റെ ജീവനെ ചോദിച്ചാൽ നീ പറഞ്ഞ ഭൗതികം എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തീരും. യോബിന്റെ പുസ്തകം പറയുന്നു, നിന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബജീവിതം തകർന്നു പോയാൽ, നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോയാൽ, നിന്റെ ഭൗതികം ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതായി പോയാൽ, ഹല്ലേലൂയ, നീ എവിടെയായി തീരും? നമ്മളെ പഠിപ്പിക്കുകയാ. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടാലും നേര് നഷ്ടപ്പെടാതെ, എല്ലാം നഷ്ടപ്പെട്ടാലും നിഷ്കളങ്കം നഷ്ടപ്പെടാതെ, എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവഭയം നഷ്ടപ്പെടാതെ, എല്ലാം നഷ്ടപ്പെട്ടാലും ഹല്ലേലൂയ വേർപാട് നഷ്ടപ്പെടുത്താതെ, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുത്താതെ ജീവിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ നിന്റെ മരണത്തിന് മുൻപ് നീ കാണും. ഞാൻ ഈ വാഗ്ദത്ത ദൂതായിട്ട് വിളിച്ചു പറയുകയാണ്. നിന്റെ പ്രാർത്ഥന ശിമ്യോനോട് പറഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി കാണാതെ നിന്നെ ഞാൻ എടുക്കത്തില്ല. ആ ശിമ്യോനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ, ആ ആലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കഴിഞ്ഞ ഹന്നയ്ക്ക് ദൈവപ്രവർത്തി കാണുവാൻ അവസരം ദൈവം കൊടുത്തെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നീ നിഷ്കളങ്കനാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നീ കാണും. നിന്റെ തലമുറയുടെ, നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. അവരുടെ നന്മ നീ അനുഭവിക്കും. കണ്ണുകളെ അടയ്ക്കാം, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് തന്ന ദൂതാണ്. ഓരോ മാസം കഴിഞ്ഞ 11 വർഷമായിട്ട് ഞാൻ ഈ പ്രയോഗത്തിൽ പ്രസംഗിക്കുകയാണ്. തുടക്കം മുതൽ ഞാൻ പ്രസംഗിക്കുകയാണ്. ഒരു പ്രസംഗം കഴിഞ്ഞാൽ അടുത്ത പ്രസംഗത്തിന് വേണ്ടി അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അന്ന് മുതൽ ദൈവം തന്നെ അരുളപ്പാട് എൻ്റെ ഹൃദയത്തിനകത്ത് ആലോചനയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് മുഖം നോക്കാതെ ഞാൻ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ശത്രുക്കൾ ഉണ്ടാകാറുണ്ട്, ഒത്തിരി ഇഷ്ടക്കേടുകൾ എനിക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ വിഷയമല്ല. എന്നോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ സന്തോഷം, എൻ്റെ ഇഷ്ടം അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു പറയുന്നു, ഈ കാലഘട്ടത്തിൽ നമുക്കൊരു അത്ഭുതം വെളിപ്പെടണമെങ്കിൽ, വാഗ്ദത്ത നിവർത്തി വെളിപ്പെടണമെങ്കിൽ, ഉൽപ്പത്തി 12 ദൈവം അബ്രഹാമിനെ വിളിച്ചു, ഉൽപ്പത്തി 15 ദൈവം അവനെ ബലപ്പെടുത്തി, ഉൽപ്പത്തി 17 ദൈവം അവനോട് പറഞ്ഞു നിഷ്കളങ്കരായി നടക്കാൻ, ഉൽപ്പത്തി 22 പറഞ്ഞു ദൈവത്തോടുള്ള സ്നേഹം മാറിയപ്പോൾ ദൈവം പറഞ്ഞു നീ സ്നേഹിക്കുന്ന ഏകജാതനായ ഇസാക്കിനെ എനിക്ക് തരണം. അങ്ങനെ കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിന്റെ അവസാനം പറഞ്ഞു, നീ ഈ കാര്യം ചെയ്യാൻ മടിക്കായതുകൊണ്ട്, 5ാമത്തെ കാര്യം, നീ ഈ കാര്യം ചെയ്യാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ മാത്രമല്ല അതിന്റെ തലമുറയും അനുഗ്രഹിക്കും. കണ്ണുകളെ അടക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുപാദപീഠത്തിലേക്ക് ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലിരിപ്പാൻ കർത്താവ് ഒരവസരം കൂടെ ഈ ആയുസ്സിൽ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഇതിന് അവസരം ലഭിക്കാതെ എത്രയോ പേർ ഞങ്ങളുടെ ഇടയിൽ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരവും നിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ കടന്നു വരുവാനും, നിന്റെ ശബ്ദം കേട്ട് ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ ക്രമീകരിക്കുവാനും, കർത്താവേ ആ സ്വർഗരാജ്യത്തോട് ഒന്നുകൂടെ അടുക്കുവാനുള്ള അനുഭവങ്ങൾ ഉണ്ടാകുവാനും കർത്താവെ, അതിനായിട്ടാണല്ലോ കർത്താവെ ഞങ്ങൾക്ക് ഈ അവസരങ്ങൾ കർത്താവ് തന്നത്. ആ അവസരം വിനിയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കപടത ഞങ്ങൾ മാറുവാൻ സഹായിക്കണമേ. നിഷ്കളങ്കരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നേരുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മീയ അനുഭവങ്ങൾ പങ്കിടുന്നവരായി തീരുവാൻ സഹായിക്കണമേ. കർത്താവെ, കൃപയിൽ ഞങ്ങളെ വളരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ ഞാൻ എന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മണ്ഡലങ്ങളും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വേർപെട്ട കർത്താവി അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂടെ എണ്ണപ്പെടുത്തൽ എന്നുള്ള ആ അഡ്രസ് വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. വാഗ്ദത്ത നിവൃത്തിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കർത്താവേ, ഈ പ്രേരണന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന, കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇതിൽ ഭാഗവാക്കാകുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ഒരുങ്ങുവാനുള്ള അവസരമാക്കി കർത്താവ് മാറ്റിയാട്ട്. തിരുവേണ്ടി തന്നെ മഹത്വം എടുക്കണം. മുഴുവൻ മഹത്വം യേശു കർത്താവിന് മാത്രം അർപ്പിച്ച് ദൈവത്തിന്റെ അടിയനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.